ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേൾക്കുന്നത് കാണാത്ത തീരങ്ങൾ എന്ന നോവലാണ്. അതിൻ്റെ 7ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. സന്തോഷിന് സന്തോഷമല്ലേ തോന്നിയത്? അതെ, ഞാനതിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് നിന്നെ വിളിച്ചത്. അപ്പോൾ ഒട്ടും സംശയിക്കണ്ട. എന്നാലും കുറേ കൂടി സ്പഷ്ടമായ ഒരു പോസിറ്റീവ് സൈൻ വരുന്നത് വരെ കാത്തു നിൽക്കാം, സന്ദീപ് പറഞ്ഞു. രാത്രി ഒരു ഗുഡ് നൈറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അവൻ പലവട്ടം ഫോൺ എടുത്ത് നോക്കി. മെസ്സേജിലും ഇല്ല, വാട്സപ്പിലും ഇല്ല. ജോലി കഴിഞ്ഞ് കാർ ഓടിച്ച് പോരുമ്പോൾ സന്ദീപിന് തോന്നി, അല്ലിമ്മയ്ക്ക് ഒരു മിസ്ഡ് കോൾ വിട്ടാലോ, അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് ആശംസിച്ചാലോ. ഒടുവിൽ അത് വേണ്ടെന്ന് വെച്ചു. ആ സമയമാണ്, കിടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ രാത്രി വൈകി പെൺകുട്ടികളെ വിളിക്കുന്നത് അവരോട് സംസാരിക്കുന്നതും ശരിയല്ല. അല്ലിമ്മ വിളിച്ച വിവരം അമ്മയോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചെങ്കിലും അത് വേണ്ടെന്ന് വെച്ചു. ഇനി ഒരിക്കൽ കൂടി വിഡ്ഢിയാകാൻ വയ്യ. സന്ദീപ് പിറ്റേന്ന് രാവിലെ ഉണർന്നെണീറ്റ ഉടനെ ഫോൺ എടുത്ത് നോക്കി. ഗുഡ് മോർണിംഗ് ഉണ്ടോ? ഇല്ല. മിസ്ഡ് കോൾ? അതുമില്ല. പിന്നെ എന്ത് കൊന്താണുള്ളത്? താൻ അവളുടെ നമ്പർ ചോദിച്ചു വാങ്ങാതിരുന്നതിലുള്ള പരിഭവമാണോ? എന്തെങ്കിലും ഒന്ന് തൻ്റെ ഫോണിലേക്ക് അയച്ചെങ്കിലല്ലേ തനിക്ക് നമ്പർ അറിയാൻ പറ്റൂ. ഫോണിൽ ട്രൂ കോളർ ഉള്ളതിനാൽ അത് വളരെ എളുപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലാപ്ടോപ്പ് എടുത്തു വെച്ചിരിക്കുമ്പോൾ സന്ദീപിന് ഒരു SMS വന്നു. അല്ലിമ്മയുടെ പേരും ഫോൺ നമ്പറും, അത്രമാത്രം. വിളിക്കണമെന്നോ മറുപടി മെസ്സേജ് അയക്കണമെന്നോ എഴുതിയിട്ടില്ല. ആശയം വ്യക്തമാണെങ്കിലും പുരുഷ സഹജമായ അഹന്ത നിമിത്തം സന്ദീപ് 11 മണിവരെ കാത്തുനിന്നു. കോളൊന്നും വരുന്നുമില്ല, മെസ്സേജുമില്ല. തോറ്റു കൊടുത്തേക്കാമെന്ന് കരുതി അവൻ ഫോൺ കയ്യിലെടുത്തു. നമ്പർ ഡയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ കയ്യിലിരുന്ന് ഇരമ്പി. അല്ലിമ്മയുടെ പേരും നമ്പറും തെളിഞ്ഞു. സന്ദീപ് ഫോൺ എടുത്തു. ഹലോ, ഞാനൊരു നമ്പർ സെൻഡ് ചെയ്തിരുന്നു. കിട്ടിയില്ലേ? കിട്ടി. എപ്പോഴാണ് കിട്ടിയത്? കുറേ നേരമായി. എന്നിട്ടാണോ വിളിക്കാതിരുന്നേ? ഞാനല്പം ബിസിയായിരുന്നു. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അല്ലിമ്മയുടെ സ്വരത്തിൽ പരിഭവം ഉണ്ടായിരുന്നെന്ന് തോന്നി. ഇല്ല. എനിക്ക് തന്നോടെന്തിൻ്റെ ദേഷ്യം? സന്ദീപ് മറു ചോദ്യമിട്ടു. ഞാനൊരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു, അപ്പോൾ ദേഷ്യം ഉണ്ടാവണമല്ലോ. അതിനെന്തിനു ദേഷ്യപ്പെടണം? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തയാളെ വേണ്ടെന്ന് പറയാനുള്ള അവകാശം ഇപ്പം എന്തായാലും നമ്മുടെ മാരേജ് സിസ്റ്റത്തിലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ പെൺകുട്ടികളുടെ ഇഷ്ടം നോക്കാതെ കല്യാണം അടിച്ചേൽപ്പിക്കുമായിരുന്നു. എനിക്കിഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ കല്യാണം ആലോചിച്ച് വന്നാൽ ഞാൻ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യും. അതല്ലേ അല്ലിമ്മയും ചെയ്തുള്ളൂ. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അങ്ങനെയാണ് വേണ്ടത്. അത് ഞാൻ ദേഷ്യം വിചാരിച്ചാൽ അതല്ലേ വിവരമില്ലായ്മ. എന്നാലും പെണ്ണിനെ പോലെ അല്ല പുരുഷൻ. പുരുഷനോട് പെണ്ണിന് തോന്നുന്ന തിരസ്കാരം ഒരല്പം അഭിമാന പ്രശ്നം കൂടിയല്ലേ. എനിക്കങ്ങനെ തോന്നിയില്ല. തോന്നിയിരുന്നെങ്കിൽ വീണ്ടും കണ്ടപ്പോൾ ഞാൻ മുഖം തിരിക്കേണ്ടതല്ലേ. കളമശ്ശേരിയിൽ വെച്ച് കണ്ടപ്പോഴോ? ആ, എനിക്കപ്പോൾ സന്തോഷമാണ് തോന്നിയേ. മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാൻ പറ്റിയല്ലോ. അതെനിക്ക് മനസ്സിലായി, സന്തോഷമാണെന്ന്. അല്ലിമ്മയുടെ അടക്കിയ ചിരിയലകൾ അവൻ കേട്ടു. എനിക്ക് മനസ്സിലായി എന്നോടും അനിഷ്ടമൊന്നുമില്ലെന്ന്. അല്ലെങ്കിൽ എൻ്റെ സഹായം സ്വീകരിക്കില്ലല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ സന്ദീപേട്ടാ, എന്നോട് പെട്ടെന്ന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ? ഹൗസ് വാമിങ്ങിനെ അന്നല്ല ആദ്യമായി കണ്ടത്. അറിയില്ല, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊരു തിയറി ഉണ്ടല്ലോ. എനിക്ക് തോന്നി ഇയാളെയാണല്ലോ ഞാൻ തേടിക്കൊണ്ടിരുന്നതെന്ന്. എന്നിട്ട് ഉടനെ കല്യാണം ആലോചിച്ചു. അതല്ലേ ചെയ്യാനുള്ളൂ, വേറെ ആരും കൊണ്ടുപോകുന്നതിന് മുമ്പ്. പിന്നെ ഇഷ്ടം പറയാനും പ്രേമിക്കാനും സമയവും സാഹചര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ ഹരിപ്പാട്ടുകാരനല്ലേ. പിന്നീട് വേറെ പ്രപ്പോസൽ വല്ലതും നോക്കിയോ? ഇല്ല, താല്പര്യം തോന്നില്ല. ഇപ്പോഴും ആ പ്രപ്പോസലുണ്ടോ മനസ്സിൽ? മനസ്സിലുണ്ട്, പക്ഷെ ഒരിക്കലും റിജക്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ മുൻകൈ എടുക്കാൻ വയ്യ. ഇനി റിജക്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ ഒന്നുകൂടി ട്രൈ ചെയ്യോ? അതൊരു ചോദ്യമായിരുന്നു, ഉത്തരവായിരുന്നു. സന്ദീപിൻ്റെ കണ്ണിൽ നനവൂറി വന്നു. അധ്യായം 9. പ്രേമം വർണ്ണത്തുമ്പികളായി, പൂമ്പാറ്റകളായി, കുഞ്ഞിക്കുരുവികളായി, കിളിത്തത്തകളായി, പൂങ്കുയിലുകളായി പാറിപ്പറക്കുകയായിരുന്നു. അവിരാമം, മനസ്സിൻ്റെ ചക്രവാളത്തിൽ. കണ്ണിലും കാതിലും ചുണ്ടിലും ഹൃദയത്തിലും വിരൽത്തുമ്പുകളിലും അവ പറന്നതാണ് ചിറകൊതുക്കുന്നു. രഹസ്യങ്ങൾ മന്ത്രിക്കുന്നു, ഈണം മൂളുന്നു. പ്രേമം അരുവിയായിട്ടങ്ങനെ ഒഴുകുന്നു.
ഹൃദയത്തിൽ അലതല്ലുന്നു. അന്തരംഗത്തിൽ തുള്ളിച്ചിരിച്ച് പതയുന്നു. നീന്തിത്തുടിപ്പിക്കുന്നു. പ്രേമം നേർമണിക്കാറ്റായി തഴുകുന്നു. താലോലമാട്ടുന്നു. സൗരഭ്യം ചെരിയുന്നു. കോരിത്തരിപ്പിക്കുന്നു. എങ്ങനെയെല്ലാം സങ്കല്പിച്ചിട്ടും സന്ദീപിന് അതൊന്നും മതിയാകുന്നില്ല. മഴയിലും പുഴയിലും നിലാവിലും നക്ഷത്രങ്ങളിലും ഇരുട്ടിലും മഞ്ഞിലും വെയിലിലും പ്രേമം പ്രകാശം ചെരിഞ്ഞ് തിളങ്ങുന്നു. പല കോണുകളിൽ നിന്നുകൊണ്ട് സന്ദീപിനെ നിരീക്ഷിച്ച ശേഷം നന്ദന അമ്മയുടെ അരികെ ചെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. മകനെ സൂക്ഷിച്ചോ, ഏതോ ലൈൻ കുരുങ്ങിയിട്ടുണ്ട്. എന്താ മോളെ നീ പറയുന്നത്? റൂമിൽ കയറിയ പിന്നെ ഫോണിലാണ് ഫുൾ. അമ്മയടുത്ത് വന്നത് പുന്നാരം പറയുന്നുണ്ടോ? അച്ഛൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ മെക്കിട്ട് കയറാൻ വരുമായിരുന്നല്ലോ. അതുമില്ല. അവന് ലവ് അഫെയർ ഉണ്ടെന്നാണോ നീ പറയുന്നത്? പിന്നല്ലാതെ എന്ത് സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്? ആരോടെ എത്ര തേന്മതിലായിട്ട്? അമ്മയൊന്ന് നോട്ട് ചെയ്യണേ. നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ എന്നെ തല്ലാൻ വരുന്നു. അതിനുശേഷം രാജശ്രീയും മകനെ ശ്രദ്ധിച്ചു. നന്ദന പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. മറ്റാരും അടുത്തില്ലാതെ ഒരവസരം കിട്ടിയപ്പോൾ രാജശ്രീ ചോദിച്ചു, ആ പെണ്ണ് നിന്നെ കൂടെ കൂടെ വിളിക്കാറുണ്ടോ? ഏത് പെണ്ണ്? സന്ദീപ് അറിയാത്ത മട്ട് അഭിനയിച്ചു. നീ വൈഷ്ണവിയെ കൊണ്ട് കല്യാണം ആലോചിച്ചില്ലേ? എന്താ നിൻ്റെ പേര്? അല്ലിമ. ഹാ, എന്തൊരു ഉത്സാഹം ആ പേര് പറയാൻ. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉള്ളതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ. അമ്മയുടെ സംശയം പൂർണ്ണമായും ശരിയാണ്. നീ എന്താ കിസ് മത്സരം നടത്തുന്നോ? പിന്നെ ഞാനെന്താ പറയേണ്ടത്? അവൾക്കിപ്പോൾ നിന്നെ ഇഷ്ടമായോ? ആയിക്കൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ കുറച്ചുകൂടെ ശരിയാകാനുണ്ടെന്നേ. അങ്ങനെയല്ലമ്മ. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരല്ലോ, പരസ്പരം അറിയണ്ടേ. രണ്ടുപേരുടെയും സ്വഭാവവിശേഷങ്ങൾ, അഭിരുചികൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതിനെയൊക്കെ ഒരു പൊരുത്തം വേണ്ടേ? കുറേ ആശയങ്ങളൊക്കെ പങ്കുവെച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. നീ എങ്ങും തൊടാതെ ഉരുണ്ട് കളിക്കണ്ട. അച്ഛനോട് പറയാറായോ? ഇല്ല. അവരുടെ വീട്ടിലുള്ളവരെ അറിയിച്ചോ? ഇതുവരെ ഇല്ല. ശരി, വിന്ദിജ കൊണ്ടുവന്ന പ്രപ്പോസൽ വേണ്ടെന്ന് വെക്കണോ അതോ? അമ്മ, ഞാൻ ആദ്യമേ അത് പറഞ്ഞില്ലേ. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുമായിട്ടുള്ള ഇനിയൊരു കൂട്ടിക്കെട്ട് വേണ്ട. ചേച്ചി എന്താ അതിൽ നിന്ന് പിടിവിടാത്ത? അവൾക്കവിടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അതിന് എന്നെ കരുവാക്കണ്ട. അപ്പോൾ വൈഷ്ണവിയോട് പറയട്ടെ ഇത് തന്നെ ഒന്നുകൂടി സംസാരിക്കാൻ? കുറച്ചുകൂടി കഴിയട്ടെ അമ്മേ, ഞങ്ങളല്പം ഫ്രീ ആയിട്ട് സംസാരിച്ചോട്ടെ. ഇപ്പോൾ എല്ലാം പറഞ്ഞു തീർത്താൽ കല്യാണം കഴിയുമ്പോൾ പറയാൻ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ലേ? ഇതെന്താ പുസ്തകമാണോ വായിച്ച് തീർന്നു പോകാൻ? ലോകത്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ട് അമ്മയെ സംസാരിക്കാൻ. കല്യാണം വേണമെങ്കിൽ നടത്തി വെച്ചോ, അല്ലെങ്കിൽ ഇടയ്ക്ക് അവിടെ ഇട്ടിട്ട് പോയി അമ്മയെന്ന് പറഞ്ഞ് പിന്നെ വരരുത്. ആദ്യം ഞങ്ങളൊന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്യട്ടെ, എന്നിട്ട് പറയാം. വാസ്തവത്തിൽ രാജശ്രീക്ക് സന്തോഷമായിരുന്നു. മകൻ അല്ലിമയുമായി പ്രേമത്തിലാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി വിവാഹം നടത്തുകയേ വേണ്ടൂ. ആശിച്ച പെണ്ണിനെ തന്നെ അവന് കിട്ടിയത് അവൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കുമെന്ന് അവർ കരുതി. സാധാരണ ഒരിക്കൽ വേണ്ടെന്ന് വെച്ച ആലോചന പിന്നീട് രണ്ടു കൂട്ടരും പരിഗണിക്കാറില്ല. സമയമായി എന്ന് സന്ദീപ് പറയുന്നതുവരെ സംഗതി ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് രാജശ്രീ കരുതി. അല്ലിമ തിളച്ച വെള്ളത്തിൽ സ്റ്റീൽ പരിചരുവം മേശപ്പുറത്ത് വെച്ചു. സ്റ്റീൽ ലിഡ് കൊണ്ട് അത് മൂടിയിരുന്നു. പച്ച നിറത്തുള്ള ആംപ്യൂളെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ രാജഗോപാലിനോട് പറഞ്ഞു, ഗെറ്റ് റെഡി മോൻ. രാജഗോപാൽ കട്ടിൽ നിന്നും എഴുന്നേറ്റ് കസേരയിലിരുന്നു. അല്ലിമ കർച്ചീഫ് കൊണ്ട് അയാളുടെ കണ്ണ് മൂടിക്കെട്ടി. പുതപ്പെടുത്ത് അയാളുടെ തലവഴി പുതപ്പിച്ച ശേഷം പുതപ്പിൻ്റെ ഒരറ്റം പൊക്കി ചരുവത്തിൻ്റെ സ്റ്റീൽ മൂടി മാറ്റി. ആംപ്യൂൾ തിളച്ച വെള്ളത്തിലേക്കിട്ടു. വീണ്ടും രാജഗോപാലിൻ്റെ തലമൂടി. ശ്വാസം വലിച്ചോ, മൂക്കിൽ കൂടിയും വായിൽ കൂടിയും നല്ലപോലെ വലിച്ചെടുക്ക്. ഇന്നലെ തുടങ്ങിയതാണ് രാജഗോപാലിന് ജലദോഷവും ശ്വാസം മുട്ടലും. പുതപ്പിനുള്ളിൽ നിന്നും ചുമയും ശ്വാസം മേങ്ങി വലിക്കുന്ന ശബ്ദവും കേട്ടു. അല്ലിമ അച്ഛൻ്റെ പുറം തടവിക്കൊണ്ട് അരികത്തന്നെ നിന്നു. ശ്രീലക്ഷ്മി വാതിക്കൽ വന്ന് നോക്കി. നിന്റെ ഈ പൊടിക്കൈ കൊണ്ടൊന്നും രക്ഷയില്ല മോളെ, ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. ടെമ്പറേച്ചർ കൂടി നോക്കിയിട്ട് ഞാൻ പറയാമേ, അല്ലിമ പറഞ്ഞു. പുതപ്പിനുള്ളിൽ നിന്നും തുടരെ തുടരെ ശ്വാസം വലിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അമ്മേ, ആ ഹോട്ട് വാട്ടർ ബാഗ് അതിപ്പോൾ എന്തിനാ? പുറത്ത് വയ്ക്കാൻ. എടുത്തോണ്ട് വാ പെണ്ണെ. ശ്രീലക്ഷ്മി അവളെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് പോയി. അല്ലിമ പുതപ്പ് പൊക്കി ചരുവത്തിലെ വെള്ളം ഒന്ന് കുലുക്കിയിളക്കി. അച്ഛാ, ഒറ്റപ്പെടുത്തം കൂടി. അവൾ രാജഗോപാലിൻ്റെ തല പുതപ്പിട്ട് മൂടി. അയാൾ കുറേ തവണ കൂടി ശ്വാസം വലിച്ചിട്ട് പറഞ്ഞു, മതി മോളെ. അല്ലിമ പുതപ്പെടുത്ത് മാറ്റി. രാജഗോപാലിൻ്റെ മുഖത്തെമ്പാടും ചെറിയ വിയർപ്പ് കണികൾ തുറച്ചു നിന്നു. നല്ലപോലെ വിയർത്തല്ലോ. അല്ലിമ
കണ്ണിന് മീതെ കെട്ടിയ കർച്ചീഫ് അഴിച്ചു മാറ്റി. നീ എന്തിനാടെ എൻ്റെ കണ്ണ് കെട്ടുന്നത്? മുമ്പില്ലായിരുന്നല്ലോ അങ്ങനെ ഒരു ചടങ്ങ്. രാജഗോപാൽ തമാശയെ ചോദിച്ചു. കണ്ണിന് ചൂട് തട്ടാതിരിക്കാനാ? അതിന് കണ്ണടച്ചു പിടിച്ചാൽ പോരെ? പോരാ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് വായിച്ചതാ, കണ്ണ് ഏതെങ്കിലും ക്ലോത്ത് കൊണ്ട് മറയ്ക്കണമെന്ന്, അല്ലെങ്കിൽ ചൂടുള്ള ആവി കൺപോളകൾ തട്ടും. അത് നല്ലതല്ല. കണ്ണിനെപ്പോഴും തണുപ്പല്ലേ നല്ലത്. അറിഞ്ഞ ഉടൻ നീ അങ്ങ് പ്രയോഗിച്ചു. രാജഗോപാൽ കളിയാക്കി. അച്ഛാ, അല്ലിമ്മ പരിഭവത്തിൽ പറഞ്ഞു. ഗുഡ് ഹെൽത്തിനെ പറ്റിയൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ? ശ്രീലക്ഷ്മി ഹോട്ട് വാട്ടർ ബാഗുമായിട്ട് വന്നു. അല്ലിമ്മ അത് വാങ്ങി അടപ്പ് തുറന്ന് ചരുവത്തിലെ ചൂടുവെള്ളം അതിലൊഴിച്ചു നിറച്ചു. അതിനുശേഷം രാജഗോപാലിനോട് കിടക്കയിൽ കമിഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെട്ടു. രാജഗോപാൽ കിടന്നപ്പോൾ അവൾ അയാളുടെ മുതുകിൽ ഹോട്ട് വാട്ടർ ബാഗ് അവിടെ എവിടെയായി ചൂട് പിടിപ്പിച്ചു. അമ്മയെ തെർമോമീറ്റർ അല്ലിമ്മ ആവശ്യപ്പെട്ടു. ഇവളുടെ ആജ്ഞ കേട്ടാത്തൊന്നും ഇവള് വലിയ ഡോക്ടറും ഞാൻ നേഴ്സുമാണെന്ന്. ശ്രീലക്ഷ്മി പെറുപുറത്ത് കൊണ്ടുപോയി തെർമോമീറ്റർ എടുത്തുകൊണ്ടുവന്നു. അല്ലിമ്മ അത് വെച്ച് രാജഗോപാലിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. 101 ഡിഗ്രി. ഇന്ന് ഓഫീസിൽ പോകണ്ട, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. ഹോസ്പിറ്റലിൽ പോണതല്ലേ നല്ലത്? ശ്രീലക്ഷ്മി ചോദിച്ചു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ, അച്ഛന് റെസ്റ്റാണ് വേണ്ടത്. ഇത്തിരി സഫോക്കേഷനുണ്ട്, പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ. ദിവസം 3 തവണ ആവി പിടിച്ചാൽ മതി. 10 ദിവസം മരുന്ന് കഴിച്ചാലും 10 ദിവസം. അച്ഛനും മോളും കൂടി തന്നെത്താൽ ചികിത്സിച്ച് എല്ലാം കുഴപ്പത്തിലാക്കുമെന്നാണ് എൻ്റെ പേടി. അമ്മ ധൈര്യമായിട്ട് ഓഫീസിൽ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം അച്ഛനെ. നിനക്ക് കോളേജിൽ പോണ്ടേ? അത് ആഫ്റ്റർനൂൺ അല്ലേ? നോ പ്രോബ്ലം. ശരി. അത്ര ശരിയല്ലെന്നുള്ള മട്ടിൽ പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി പിന്തിരിഞ്ഞു പോയി. ഞാൻ ഇന്നുകൂടി ഓഫീസിൽ പോകാം, നാളെ റെസ്റ്റ്. അതുപോലെ രാജഗോപാൽ മകളോട് ചോദിച്ചു. അച്ഛൻ പോകണ്ട, ഇന്ന് പോവുകയേ വേണ്ട. ബോറടിക്കും വായിക്കുവാൻ ഞാൻ ബുക്ക് തരാം. നിന്നെക്കൊണ്ട് തോറ്റു, ജയിച്ചെന്ന് പറ അച്ഛ. ആ ശരി, നിന്നെക്കൊണ്ട് ജയിച്ചു. രാജഗോപാൽ ചിരിച്ചു. ശ്രീലക്ഷ്മി ഓഫീസിലും വിന്ദാരയും വിശാഖവും ക്ലാസ്സിലേക്കും പോയി കഴിഞ്ഞപ്പോൾ അല്ലിമയ്ക്ക് സന്ദീപിൻ്റെ കോൾ വന്നു. ഹായ് അല്ലി, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. അവിടെ എന്ത് ചെയ്യുക പത്രപ്രവർത്തകൻ? പത്രങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ തീർന്നില്ലേ? സമയം 10 മണി കഴിഞ്ഞല്ലോ. ഞങ്ങൾ പത്രക്കാരായി ലേറ്റായിട്ടല്ലേ കിടക്കുന്നതും എണീക്കുന്നതും. വൈകിട്ട് 4-ന് തുടങ്ങും, രാത്രി 12-ന് തീരുന്ന ജോലിയല്ലേ. നമുക്കത് വേണ്ടാന്ന് വെച്ചിട്ട് സിവിൽ സർവീസ് നോക്കിയാലോ? ഒരേ വർഷം, ഒരേ ബാച്ച്, ഒരേ കരിയർ. എന്ത് രസമായിരിക്കും. രസമൊക്കെ തന്നെ ആയിരിക്കും. തലയിൽ വല്ലതും വേണ്ടേ പ്രിമിലറി എഴുതിയെടുക്കാൻ? ഒന്നുമില്ലേ, കളിമണ്ണാണോ? അല്ലിമ്മ കുസൃതിച്ചിരിയോടെ ചോദിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ ബുദ്ധിയുള്ള ഒരാളെ കൂട്ടുവിളിക്കുന്നത്. അയ്യോടാ, എനിക്ക് വലിയ ബുദ്ധിയൊന്നും ഉണ്ടായിട്ടല്ല, ഉള്ളത് വെച്ച് ഫൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പ്രിലിമിനറി തോറ്റ ഞാനും വരാൻ ജേർണലിസ്റ്റായിട്ട്. സിവിൽ സർവീസൊക്കെ ഓരോരോ ആഗ്രഹമല്ലേ, അല്ലിമ്മ പറഞ്ഞു. വീട്ടിലെന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടായോ? സന്ദീപ് തിരക്കി. എന്ത് ഡെവലപ്മെൻറ്റ്? നമ്മുടെ ഇഷ്യൂ. ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പറയണ്ടേ? ആര് പറയണം? നമ്മുടെ ആവശ്യം നമ്മളല്ല പറയണ്ടേ. ആവശ്യക്കാരൻ വന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ലിമ്മ ചിരിച്ചു. ഞാനൊരു തവണ പറഞ്ഞതാണല്ലോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തൊന്നേ. അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ നടക്കില്ല എന്ന്. പിന്നെ എന്തിനാ ചോദിക്കണമെന്ന് ചോദിച്ചാലോ? അല്ലിയല്ലേ ഡിസിഷൻ എടുക്കേണ്ടത്. അവളെ വിളിച്ച് ചോദിക്കാൻ പറയണം. അപ്പോഴറിയാം വിവരം. അല്ലിമ്മ പിന്നെയും ചിരിച്ചു. ഞാൻ വരുന്നു മൺഡേ മോർണിംഗ്. എന്തിന്? എനിക്ക് കാണണം. എന്നെയോ? പിന്നില്ലാതെ. എൻ്റെ ചങ്കടിപ്പ് കൂട്ടല്ലേ. പേടിയാണോ? പേടിയൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് ഇരട്ടിയായി. എന്നോടൊന്ന് അന്വേഷണം തോന്നാൻ എന്താ കാരണം? അന്വേഷണമൊന്നും തോന്നിയില്ലല്ലോ, അതുകൊണ്ടല്ലേ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞ്? അല്ലെന്നേ, മാരേജ് പ്ലാനൊന്നും എൻ്റെ മനസ്സിലില്ലെന്നേ. എനിക്ക് അച്ചീവ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ ഞാൻ എന്തൊക്കെ ആവണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളെ കല്യാണം കഴിച്ചേക്കാമെന്നൊന്ന് പറഞ്ഞിരിക്കുന്നത്. ദേഷ്യം വരാതിരിക്കുമോ? എന്തിനു ദേഷ്യം? ഒരു കാര്യമില്ലാതെ നോ പറയേണ്ടി വരുന്നതിനാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ വേണ്ടാന്ന് പറയണ്ടേ? അത് പറയാൻ ഇത്തിരി വിഷമമുണ്ട്. അതയാളെ ഹാർട്ട് ചെയ്യുന്നതിലുള്ള വിഷമം. ഒക്കെ ശരിയാ, ഹാർട്ട് ചെയ്തായിരുന്നു. വേണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഡെസ്പായിപ്പോയി. 1-2 അടി കൂടി കുഴിച്ച് ഒരു വലിയ നിധി കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒടുവിൽ ഒരു പിണ്ണാക്കും ഇല്ലെന്നറിയുമ്പോഴുള്ള ആ നഷ്ടബോധം, ശൂന്യതയൊക്കെ ഉണ്ടല്ലോ. ഞാനിനി കല്യാണം കഴിക്കുന്നേ ഇല്ല എന്ന് പോലും ചിന്തിച്ചു.
അച്ചോടാ കഷ്ടം. അത്രയ്ക്കിഷ്ടമായിരുന്നു എന്നോട്. ഇഷ്ടമെന്ന് വെച്ചാൽ തന്നെ കണ്ട ശേഷം എനിക്ക് വേറൊരു പെണ്ണിനെയും വേണ്ട, തന്നെ മാത്രം മതി. വേറൊരാൾ സ്യൂട്ടാവത്തില്ലെന്ന് മനസ്സങ്ങനെ ഉറപ്പിച്ചു വെച്ചു. എന്ന് വെച്ച് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ചങ്കോട്ടി പോയൊന്നുമില്ല. കേവല പരിചയമുള്ളൂ, പ്രേമമൊന്നും സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. ബട്ട് ഭയങ്കര നിരാശയായിപ്പോയി. എന്നിട്ടെന്താ, നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഞാൻ നേരെ നിന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കൈവിട്ട് പോയിട്ടൊന്നുമില്ല, വിധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ കിട്ടും. ബി ഹോപ്പ്ഫുൾ, ബി ഓപ്റ്റിമിസ്റ്റിക്. എന്നിട്ടങ്ങനെ തന്നെ സംഭവിച്ചു അല്ലേ? മിറാക്കിളൊന്നുമല്ല, ഞാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ നക്ഷത്രം എനിക്ക് വഴികാട്ടുമെന്നൊരു വിശ്വാസം, അതിൻ്റെ കോസ്മിക് പവർ. അല്ലെങ്കിൽ നമ്മൾ കളമശ്ശേരി വെച്ച് വീണ്ടും ഒരു കണ്ടുമുട്ടലുണ്ടാവില്ല. അഥവാ കണ്ടാലും കാണാത്ത മട്ടിൽ ഞാൻ പിന്തിരിഞ്ഞ് നടന്നേനെ. എന്നെ ആഗ്രഹിച്ചിട്ടല്ലേ നമ്മൾ വീണ്ടും കണ്ടത്. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ശരിയായിരിക്കും, വീണ്ടും കാണണമെന്നോ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചു കൂട്ടിയിട്ടില്ല. പക്ഷേ കളമശ്ശേരിയിലെ റിലീഫ് ക്യാമ്പിൽ വെച്ച് കണ്ടപ്പോൾ, എന്നെ അവോയ്ഡ് ചെയ്യാതെ എൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആരോ ആണെന്ന്. പിന്നെ എൻ്റെ ഓർമ്മയിൽ വന്നു കയറിക്കൊണ്ടിരുന്നു. നമ്മൾ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചത്, കൊത്തി തിന്നാൻ വരുന്ന പക്ഷികളെ കയ്യൊക്കെ വീശി വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിടാൻ ശ്രമിക്കില്ലേ? അങ്ങനെയൊക്കെ ഞാനും നോക്കി. പോന്ന് എന്തിനാ എൻ്റെ മനസ്സിലോട്ട് കയറി വരുന്നതെന്ന്. ഇവിടെ സ്പേസ് ഇല്ല, പോയിക്കോ. പക്ഷേ എവിടെ പോകാൻ? എന്നിട്ടൊന്നും വിളിച്ചു പോലുമില്ല. സന്ദീപ് പരിഭവിച്ചു. ഞാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അതിലേക്ക് തെന്നി വീഴാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു എന്നെ വിളിക്കുമായിരിക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആളല്ലേ, കൂടെ കൂട്ടാൻ മോഹിച്ച ആളല്ലേ, വിളിക്കാൻ എനിക്ക് നമ്പർ തന്നില്ലല്ലോ. സന്ദീപ് വാദിച്ചു. വേണമെന്ന് വെച്ചാൽ നമ്പറൊക്കെ കിട്ടില്ലേ? ഗോപികയെ വിളിച്ച് ചോദിച്ചാൽ പോരെ? അന്ന് പോണോക്കരെ വെച്ച് പിരിയുമ്പോഴും എന്നോട് നമ്പർ ചോദിച്ചില്ല. അതൊരു ജാടയല്ലായിരുന്നോ? ജാടയല്ലടോ, ഒരുതരം ചമ്മൽ. ഒരിക്കൽ തോറ്റുപോയവനല്ലേ വീണ്ടും തോൽക്കാനൊരു മടി. കിട്ടിയ അവസരം മുതലെടുത്തു എന്ന് തോന്നുകയും ചെയ്തല്ലോ. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ മനസ്സിൽ അടക്കി പിടിച്ചു. എന്നാൽ അതിൻ്റെ പിറ്റേന്ന് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ എന്താ ഫ്ലാറ്റ്. ആണോ? സന്ദീപിന് ചിരി വന്നു. എന്തിനെന്നറിയാതെ കണ്ണിൽ നനവ് പടരുകയും ചെയ്തു. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ വിഷയം മാത്രം 1 വർഷം സംസാരിക്കാനുണ്ട് അല്ലേ? അല്ലിമ കുസൃതിയോടെ ചോദിച്ചു. ഓ, സംശയം എന്താ? സൺഡേ ഏർലി മോർണിംഗ് വരാം, 9 മണിക്ക് മുമ്പ്. പോരെ? വേണ്ട, സമയം പറയണ്ട, ഞാൻ എണ്ണാൻ തുടങ്ങും ഓരോ മിനിറ്റും. ഞാൻ വയ്ക്കട്ടെ, പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. കോള് കട്ടായി. അല്ലിമ ഫോൺ താഴ്ത്താതെ കവളത്തുരുമിക്കൊണ്ട് നിന്നു. ശനിയാഴ്ച വൈകുന്നേരം അത്താഴം കഴിഞ്ഞ് ജയദേവൻ നമ്പ്യാർ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ സന്ദീപ് അച്ഛൻ്റെ മുന്നിലേക്ക് വന്നു. ഞാൻ നാളെ എറണാകുളം വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. പോയിക്കോട്ടെ. അമ്മ എന്ത് പറഞ്ഞു? അച്ഛനോട് പറഞ്ഞിട്ട് പോയിക്കോളാൻ. പോയിട്ട് മണ്ടേ തിരിച്ചു വരും. എന്താ ഇത്ര അത്യാവശ്യം? വെറുതെ. വെള്ളപ്പൊക്കം കഴിഞ്ഞ ഒരു പ്രാവശ്യമല്ലേ പോയുള്ളൂ. ശരി. ജയരാമൻ നമ്പ്യാർ കിടക്കറയിലേക്ക് പോയി. സന്ദീപ് ദീർഘനിശ്വാസം അയച്ചു. രാത്രി രാശ്രീ മുറിയിൽ കയറി വാതിലടച്ച് കിടക്കയിലെത്തിയപ്പോൾ ജയരാമൻ നമ്പ്യാർ തിരക്കി. അവനെന്തിനാ എറണാകുളത്ത് പോകുന്നത്? അവൻ അവിടെ പോകാൻ ഇഷ്ടം. അങ്ങനെ ഒരു പതിവില്ലായിരുന്നല്ലോ. സുധാകരൻ്റെ വില്ല നല്ല സൗകര്യമാണ്. അതിൻ്റെ ആംബിയൻസ് ഒക്കെ ആർക്കും ഇഷ്ടപ്പെടും. അവിടെ താമസിക്കാനുള്ള താല്പര്യമാണോ അതോ കിഷോറുമായിട്ട് ഈയിടെ അടുപ്പം കൂടുതലുണ്ടോ? ജയദേവൻ നമ്പ്യാർ തിരക്കി. അവനല്ലേ കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയി വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തത്? ഓക്കെ, ചോദിച്ചെന്നേ ഉള്ളൂ. ലൈറ്റ് അണച്ച് കിടക്കുമ്പോൾ രാജശ്രീ സാധാരണ മട്ടിൽ പറഞ്ഞു. അടുത്ത വീട്ടിലെ പെൺകുട്ടി അവനോട് ഇണങ്ങിയെന്ന് തോന്നുന്നു. കല്യാണം ആലോചിച്ച കുട്ടിയോ? ഓ, അത് തന്നെ. അതിങ്ങോട്ട് വന്നോ അതോ അവൻ വീണ്ടും അങ്ങോട്ട് ചെന്നോ? പിന്നെയും അവർ തമ്മിൽ കൂട്ടിമുട്ടി. ചിലപ്പോൾ അതായിരിക്കും ഈശ്വര നിശ്ചയം. അവൻ അത്രയ്ക്ക് ആശിച്ചതല്ലേ. ഈശ്വര നിശ്ചയം മാത്രം മതിയോ? നമ്മൾ നിശ്ചയിക്കണ്ടേ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. നമുക്കെന്താ തടസ്സം? അവരുടെ ഫാമിലി നോക്കണ്ടേ?
നല്ല ഫാമിലിയാ, പിന്നെ ജാതകം ഒത്തു നോക്കണ്ടേ? അവർ തമ്മിൽ ഒത്തിണങ്ങിയ പിന്നെ അതല്ല ഏറ്റവും വലിയ പൊരുത്തം. അങ്ങനെയല്ല, ജാതകത്തിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്, അത്ര നിസ്സാരമല്ല. ചൊവ്വാദോഷമൊന്നും ഉണ്ടാകാതിരുന്നാൽ പോരെ, വേറെ പൊരുത്തക്കേടൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. നമുക്ക് ജാതകത്തെക്കുറിച്ച് എന്തറിയാം? ജ്യോത്സ്യന്മാരല്ലേ അത് വിലയിരുത്തേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാശ്രീ അങ്ങനെ പറഞ്ഞെങ്കിലും വെളിച്ചത്തിന് മീതെ ഒരു നിഴൽ വന്ന് പതിഞ്ഞ പോലെ അവർക്ക് തോന്നി. അധ്യായം 10. പൂച്ചെടികളിലെ കളകൾ നുള്ളിയെടുത്തുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു അല്ലിമ. രാവിലെ കുറച്ച് വൈകിയാണ് അവൾ ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഇറങ്ങിയത്. ആ ജോലിയുടെ ദൈർഘ്യം പതിവിലും ഇരട്ടിയായിരുന്നു. ഞായറാഴ്ച ആയതിനാൽ എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. രാവിലത്തെ നടപ്പ് കഴിഞ്ഞു വന്ന് രാജഗോപാൽ 8 മണിവരെ സിറ്റൗട്ടിലിരുന്നു. പത്രം വായിച്ചു. ആ സമയത്തിനുള്ളിൽ അല്ലിമ മുറ്റം തൂത്ത് വൃത്തിയാക്കി. അടുക്കളപ്പണികളിൽ സഹായിക്കണമെന്ന് ശ്രീലക്ഷ്മി വന്ന് പറഞ്ഞപ്പോൾ അല്ലിമ വിസമ്മതം പ്രകടിപ്പിച്ചു. ഇന്ന് ഞാൻ പുറംപണിയെല്ലാം ഏറ്റെടുത്ത് ചെയ്യുക. പുറംപണിയെന്ന് വെച്ചാൽ ഇത്ര കണ്ട് ചെയ്യാനെന്തിരിക്കുന്നു? ശ്രീലക്ഷ്മി നീരസപ്പെട്ടു. വിന്ദിനോട് പറ അമ്മേ, അവൾക്കിന്ന് ക്ലാസ്സിലല്ലോ. ക്ലാസ്സുള്ള ദിവസം മാത്രം പഠിച്ചാൽ മതിയോ സ്റ്റുഡൻസ്? എല്ലാ ദിവസവും പഠിക്കണം. പഠിക്കാനുള്ളത് അവരുടെ ജോലിയാണ്. എനിക്കും കുറേ പഠിക്കാനുണ്ട്. എന്നെ ഒന്നിനും വിളിച്ചേക്കല്ലേ. വിന്ദാര ഒഴിഞ്ഞു മാറി. ഞാനും സ്റ്റുഡൻറ്റ് തന്നെയാണ്, എനിക്കും പഠിക്കാനുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ. അല്ലിമ തർക്കിച്ചു. ഇവിടെ എന്ത് പുറംപണിയാ അമ്മേ? മുറ്റം തൂത്ത് കഴിഞ്ഞു. ചേച്ചി എന്താ ചെടികളെ കുളിപ്പിക്കണോ? നനച്ചാൽ മാത്രം പോരെ? വിന്ദാര ചോദിച്ചു. അതാ ഞാനും ചോദിക്കുന്നത്. ശ്രീലക്ഷ്മിയും വിന്ദാരയുടെ പക്ഷത്ത് നിന്നു. അല്ലിമ അത് കേട്ടതായി പോലും ഭാവിക്കാതെ തൻ്റെ ജോലി തുറന്നതോടെ രണ്ടുപേരും പിൻവാങ്ങി. അല്ലിമ കൂടെ മൊബൈലെടുത്തു സമയം നോക്കുന്നുണ്ടായിരുന്നു. ഹരിപ്പാട് നിന്നും രാവിലെ കാറിന് യാത്ര തിരിച്ച എത്തേണ്ട സമയമായില്ലേ? കൂടി വന്ന 2.5 മണിക്കൂർ. ഒരു തവണ അല്ലിമ സമയം നോക്കിയപ്പോൾ 8:34. ഫോണിൽ നിന്നും കണ്ണെടുത്ത് റോഡിലേക്ക് നോക്കി. ഏതൊക്കെയോ വില്ലകളിൽ ഇടവിട്ട് കാറ് വരുന്നു. ഈ ഭാഗത്തേക്ക് മാത്രമല്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട. അല്ലിമ ഫോൺ സിറ്റൗട്ടിൽ വെച്ചിട്ട് ഗേറ്റിൻ്റെ വലതുവശത്തുള്ള പൂച്ചെടികളുടെ ശുശ്രൂഷയ്ക്കായി തയ്യാറെടുത്തു. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ നാളെ വീണ്ടും കണ്ടുവിട്ടു. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ.